ഡോക്ടറെ, ഈ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്നുണ്ടല്ലോ, നമുക്കത് സൈക്ലിംഗ് കൊണ്ട് തടയാൻ പറ്റുമോ? തീർച്ചയായിട്ടും തടയാൻ പറ്റും. എന്ന് വെച്ചാൽ ഹാർട്ടിന് വേണ്ട എക്സസൈസിനെയാണ് എയറോബിക് എക്സസൈസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സൈക്ലിംഗ്, റണ്ണിങ്, സ്വിമ്മിങ് എല്ലാം എയറോബിക് എക്സസൈസാണ്, നെഞ്ചെടുപ്പ് കൂട്ടുന്ന എക്സസൈസ്. അപ്പോൾ ശരിക്കും ഈ ചോദ്യത്തിൽ ഹാർട്ട് അറ്റാക്ക് വരുന്നത് തടയാൻ പറ്റും. അത് മാത്രമല്ല, ഒരു മേജർ അറ്റാക്ക് വന്നാൽ പോലും നമ്മളുടെ മരണത്തെ തടയാനായിട്ട് ഈ സൈക്ലിങ്ങിനും ഇതുപോലത്തെ എക്സസൈസിനും പറ്റും. കാരണം എന്താണെന്നറിയോ, ഇപ്പം നമ്മളുടെ ബ്ലോക്ക് ഈ രക്തക്കുഴലിൽ വരുന്നത് അവസാനം വരെയും ഹൃദയത്തിന് മനസ്സിലാവത്തില്ല. കാരണം ഒരു 90-95% അടഞ്ഞിരിക്കുന്നിടത്തോട്ട് പെട്ടെന്നൊരു ബ്ലോക്കിൻ്റെ കഷ്ണം വന്ന് പൂർണ്ണമായിട്ട് അടയുമ്പോൾ, പ്ലേക്ക് വന്ന് അടയുമ്പോഴാണ് അറ്റാക്ക് എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലേക്ക് നമ്മൾ പോകുന്നത്. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും രക്തോട്ടം തടയുമ്പോൾ മാത്രമേ അവിടെ നമുക്ക് വേദന വരുത്തുള്ളൂ, നമുക്ക് അറ്റാക്ക് എന്ന് പറഞ്ഞ പ്രതിഭാസം ഹൃദയത്തിൽ സംഭവിക്കത്തുള്ളൂ. പക്ഷേ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരാൾക്ക് അറ്റാക്ക് വരുന്നതും ഈ എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്ക് അറ്റാക്ക് വരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എക്സസൈസ് ചെയ്യുന്നവർക്ക് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. എങ്ങനെയാണ് പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ നെഞ്ചെടുപ്പ് കൂടുമ്പം ഹൃദയത്തിന് മനസ്സിലാവും നമുക്ക് രക്തോട്ടം കുറഞ്ഞിട്ടുണ്ട്, പുതിയ രക്തക്കൊഴലുകൾ ഉണ്ടാക്കിയാൽ മാത്രമേ ഈ ഒരു ഹാർട്ട് റേറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ ബ്ലോക്കുള്ള ഒരാൾ ഓൾറെഡി എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ബ്ലോക്കിന് സമാന്തരമായി ബൈപ്പാസുകൾ ഹൃദയത്തിനുള്ളിലുണ്ടാവും. അതിനെയാണ് കൊളാട്രൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊളാട്രൽസ് എന്ത് ചെയ്യും, കൂടുതൽ രക്തത്തെ ഈ ബ്ലോക്കിന് സമാന്തരമായി പാരലായി സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതൊരിക്കലും വലിയൊരു രക്തക്കുഴലിന് പകരമാകത്തില്ല. പക്ഷെ പൂർണ്ണമായിട്ട് ഈ വലിയ രക്തക്കുഴലിൽ അടഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ എത്തുന്നിടം വരെയുള്ള സമയത്ത് ഈ കൊളാട്രൽസിന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും സൈക്ലിംഗ് പോലത്തെ, റണ്ണിങ് പോലത്തെ ഒരു എക്സസൈസ് റെഗുലറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ടിന് ഏറ്റവും നല്ലതാണ്. ഇനി ഒരു മേജർ അറ്റാക്ക്, മേജർ ഒരു കാർഡിയോവാസ്കുലർ ഇവൻറ്റ് വന്നാൽ അത് കാരണമുള്ള മോർട്ടാലിറ്റിയെ തടയാനും ഇതിന് സാധിക്കും. സന്തോഷം മാത്രമല്ല ഡോക്ടർ സൈക്ലിംഗ് കൊണ്ട് കിട്ടുന്നത്. നമുക്ക് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതാണ്. എല്ലാ എയറോബിക് എക്സസൈസും ഏതായിക്കോട്ടെ, ഇപ്പോൾ നമുക്ക് സൈക്ലിംഗ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഏതൊരു എയറോബിക് എക്സസൈസും നമ്മൾ റെഗുലർ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അരമണിക്കൂർ നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെക്കണം.